എല്ലാ കുട്ടികൾക്കും മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് എന്ന വിഷയമാണ്. ഇതിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, അതായത് ആകർഷിച്ചും വികർഷിച്ചും എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ മാഗ്നറ്റ്സ് അഥവാ കാന്തങ്ങളെ കുറിച്ചൊക്കെ കേട്ട് കാണും കുട്ടിക്കാലത്തൊക്കെ. അപ്പൊ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇപ്പൊ ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറി മോഡലിലാണ് ഈ പാഠം തുടങ്ങുന്നത്. ഒരു കഥ രൂപത്തിലാണ് നോക്കാം. Whenever there is a strong wind, the front door of Ninu's house usually bangs against the wall. അതായത് നല്ലൊരു കാറ്റ് വരുമ്പോൾ നീനുവിന്റെ ഹൗസിലെ വാതില്, ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ ചെവരിൽ വന്ന് നല്ല ഒരു ശബ്ദത്തോട് കൂടി ഒന്ന് ഇടിക്കും, അല്ലേ? നമ്മളെ കണ്ടു കാണും. Ninu and her brother managed to get some objects and they fixed them on the portion connecting the wall and door. അപ്പോൾ ഇങ്ങനെ ചെവരിൽ വന്നിടിച്ച് ആ വാതിൽ നശിക്കുന്നതുകൊണ്ട് തന്നെ നീനു അവളുടെ സഹോദരനും കുറച്ച് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച്, കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ ഉപയോഗിച്ച് ആ വാതില് വന്ന് ചെവരിൽ തട്ടുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു കുറച്ച് വസ്തുക്കളൊക്കെ വെച്ച് വാതില് ചെവരിൽ വന്ന് വേഗത്തിൽ തട്ടുന്നത്, കാറ്റടിക്കുമ്പോൾ അങ്ങനെ തട്ടുന്നത് ഒഴിവാക്കി. ഓക്കെ, now the door is open. ഇനി ഇപ്പൊ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ് റിമെയിൻസ് ക്ലോസ് ടു ദ വാൾസ്. അത് ചുമരിൽ വന്നങ്ങ് ചേർന്ന് നിൽക്കും. ഓക്കെ, ദ ഡോർ ഡസ് നോട്ട് ബാങ് അഗെയിൻസ്റ്റ് ദ വാൾ വെൻ ദ വിൻഡ് ബ്ലോസ്. അതായത് കാറ്റടിക്കുമ്പോൾ അതിവേഗത്തിൽ ഉള്ള വാതിൽ വന്ന് ചവറിലിടിക്കുന്ന ചുമരിലിടിക്കുന്ന അതൊക്കെ ഇപ്പൊ ഇല്ല. ഹാവിംഗ് നോട്ടീസ് ദിസ് ദർ മദർ ആസ്റ്റ്. അപ്പോൾ മീനുവിന്റെയും അവളുടെ സഹോദരന്റെ അമ്മ ഇത് കണ്ടു. അപ്പൊ അവര് കുട്ടികളോട് ചോദിച്ചു, വാട്ട് ട്രിക്ക് ഹാവ് യു ബോത്ത് ഡൺ ദെയർ? നിങ്ങൾ അവിടെ എന്താണ് ചെയ്തത്, എന്ത് ട്രിക്കാണ് നിങ്ങളുടെ യൂസ് ചെയ്തത് എന്ന് കുട്ടികളോട് അമ്മ ചോദിച്ചു. യെസ്, വാട്ട് മൈറ്റ് ഹാവ് ദ ഡൺ? അവരെന്തായിരിക്കും ചെയ്തത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അവർ ചിലപ്പോ അതിനുള്ളിൽ ആ രണ്ട് ചുമരിനും ആ ഒരു വാളിനും ആ ഒരു ഡോറിനും ഇടയിലായിട്ട് എന്തെങ്കിലും ഒരു വസ്തു വെച്ച് കാണും, അല്ലേ? അതെന്തായിരിക്കും നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, താഴെ ഒരു 4 സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഒരു നല്ലൊരു മെത്തേഡ്, ഒന്നൊരു വുഡൻ ബ്ലോക്കും ഗമ്മും വെച്ച്, വുഡൻ ബ്ലോക്ക് എടുത്ത് നമുക്ക് ചെവരിലോ അല്ലെങ്കിൽ ചെവരിൽ നമുക്ക് ഒട്ടിക്കാം, അല്ലേ? അപ്പൊ അത് വന്ന് വേഗത്തിൽ വാതിൽ വന്ന് അടിക്കുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് അയൺ പീസ്, അല്ലെങ്കിൽ 2 മാഗ്നറ്റ്സ് ബ്രിക്സ്. അപ്പൊ ഇതിൽ ഏറ്റവും നല്ലത് മാഗ്നറ്റും അയൺ പീസും ആയിരിക്കും. ഇപ്പൊ നമ്മൾ 2 മാഗ്നറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഈ മാഗ്നറ്റിന്റെ പ്രത്യേകതയുണ്ട്, അതില് ഒരേ പോൾസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ ലൈറ്റ് പോൾസ് ഒക്കെ ആണെങ്കിൽ അത് റിപ്പൽ ചെയ്തു പോകും, അത് വികർഷിച്ചു പോകും. നമ്മളൊക്കെ വീട്ടിൽ കാന്തങ്ങൾ വെച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടു കാണാം. കാന്തങ്ങളുടെ ചില ഭാഗങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് റിപ്പൽ ചെയ്ത് വികർഷിച്ചു പോകും, ചിലത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആകർഷിച്ച് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ 2 മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഒരു മാഗ്നറ്റ് അയൺ പീസ് കൂടെ വന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളൊരു മാഗ്നറ്റ് എടുത്ത് നമ്മൾ ചുമരിൽ ഒരു അയൺ പീസ് നമ്മൾ ആ ഒരു ഡോറിന്റെ ഭാഗത്ത് വന്ന് നമ്മൾ ഒട്ടിച്ചു വെക്കുമ്പോൾ ഇത് വന്ന് ഡോറ് നമ്മൾ തുറക്കുമ്പോൾ അത് ആ വാളിൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് മാഗ്നറ്റ്സ് ദാറ്റ് അട്രാക്ട്. ഹാവ് യു ഹേർഡ് ഓഫ് മാഗ്നറ്റ്സ്? അപ്പൊ നിങ്ങൾ മാഗ്നറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, മാഗ്നറ്റ്സ് അട്രാക്ട് സർട്ടൈൻ ഒബ്ജക്ട്സ്. മാഗ്നറ്റ്സ് ചില വസ്തുക്കൾ അട്രാക്ട് ചെയ്യും. വിച്ച് ആർ ദേ? അത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് പറയാം, അയൺ, നമ്മൾ ഇരുമ്പ് ആണിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അട്രാക്ട് ചെയ്യും. കുബാൾട്ട്, നിക്കൽ, സ്റ്റീൽ തുടങ്ങിയ വസ്തുക്കളെയൊക്കെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ കുറച്ച് ആക്ടിവിറ്റി പറയുന്നുണ്ട്, അതായത് ബ്രിങ് പിൻസ്, ബ്ലേഡ്, സേഫ്റ്റി പിൻ അല്ലെങ്കിൽ അയൺ നെയിൽ എല്ലാത്തിനും മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് കാണാൻ പറ്റും മാഗ്നറ്റിനെ ഇതിന് അട്രാക്ട് ചെയ്യുന്നതായിട്ട്, മാഗ്നറ്റ് ഈ വസ്തുക്കളെല്ലാം അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, ദോസ് ദാറ്റ് അട്രാക്ട് ആൻഡ് ദോസ് ദാറ്റ് ഡു നോട്ട്. അതായത് ഇങ്ങനെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളും അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് പറയുന്നുണ്ട്. ഒന്ന് ഹിഞ്ചസ് അഥവാ വിജാഗിരി, പിന്നെ ഡിഫറെന്റ് കോയിൻസ് അഥവാ നാണയങ്ങൾ, സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, കോമ്പസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂട്ടൻസിൽസ്, ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള പാത്രങ്ങൾ, പിന്നെ അലൂമിനിയം വയർ, കോപ്പർ വയർ, പെന്ന്, റബ്ബർ, ഗ്ലാസ് പീസ്, സ്പൂണ്, പിന്നെ ജെം ക്ലിപ്പ്, പ്ലാസ്റ്റിക്, ഇങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പൊ ഇതില് നമുക്ക് ദോസ് ദാറ്റ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, അതായത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക്
നോക്കാം. ഹിഞ്ചസിനെ അട്രാക്ട് ചെയ്യും, ഡിഫറെന്റ് കോയിൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ അയൺ കോയിൻ, നിക്കൽ കോയിൻ അങ്ങനെയുള്ളതിനൊക്കെ അട്രാക്ട് ചെയ്യും. സ്ക്രൂ ഡ്രൈവറിനെ അട്രാക്ട് ചെയ്യും, കോമ്പസിനെ അട്രാക്ട് ചെയ്യും. പിന്നെ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ, ബ്ലേഡുകൾ അങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ അട്രാക്ട് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അലൂമിനിയം വയറോ അല്ലെങ്കിൽ കോപ്പർ വയറോ പെന്നോ റബ്ബറോ ഗ്ലാസോ പ്ലാസ്റ്റിക് പേപ്പർ അല്ലെങ്കിൽ ചോക്ക് അങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വാക്സ്, മെഴുക്, വുഡ് ഇതിനെയൊന്നും പെൻസില് ഇതിനെയൊന്നും അട്രാക്ട് ചെയ്യത്തില്ല. ഇതൊക്കെയാണ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ദാറ്റ് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കൾ. അപ്പോൾ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളും ഉണ്ട്, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ സബ്സ്റ്റൻസസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇങ്ങനെ കാന്തങ്ങൾ ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കൾ എന്ന് പറയും. ആൻഡ് ദോസ് ദാറ്റ് നോട്ട് അട്രാക്റ്റഡ് ആർ നോൺ ആസ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇങ്ങനെ കാന്തങ്ങൾ അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കൾ, അതായത് വുഡ്, പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള വസ്തുക്കളെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ അകാന്തിക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. കാന്തിയവും അകാന്തിയവും, മാഗ്നറ്റിക് സബ്സ്റ്റൻസസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസും. മാഗ്നറ്റിക് സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ ഒക്കെ ഇവിടെ കുറച്ച് പറയുന്നുണ്ട്. അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ എല്ലാം മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണെന്നാണ് പറയുന്നത്. ഇനി മാഗ്നറ്റ് കണ്ടുപിടിച്ച ചെറിയൊരു കഥ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ഗ്രീക്ക് ഷെഫേർഡ് named മാഗ്നസ്, ഓക്കെ, അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. വാസ് ഗ്രേസിംഗ് ഹിസ് ഷീപ്പ് ഓൺ എ ഹില്ലി ഏരിയ ഹോൾഡിംഗ് എ സ്റ്റിക്ക് ഓൺ ഹിസ് ഹാൻഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയൊരു കമ്പും ഒരു വടിയും വെച്ചിട്ട് അദ്ദേഹം ആടുകളെ മേയ്ക്കാനായിട്ട് ഒരു മലഞ്ചെരുവിൽ പോവുകയാണ്. വൈൽ ക്ലൈംബിംഗ് എ റോക്ക്, അദ്ദേഹം ഒരു പാറ കയറുന്ന സമയത്ത് ഹി ഫെൽറ്റ് ദാറ്റ് ഹിസ് സ്റ്റിക്ക് ഗോട്ട് സ്റ്റക്ക് ടു എ റോക്ക്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കമ്പ് ഒരു പാറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഇറ്റ് വാസ് എ പീസ് ഓഫ് അയൺ അറ്റ് ദ ടിപ്പ് ഓഫ് ദി സ്റ്റിക്ക്. അപ്പൊ ആ കമ്പിന്റെ അറ്റത്ത് ഒരു അയണിന്റെ പീസ് ഉണ്ടായിരുന്നു. ആ അയണിന്റെ പീസിന് ആണ് ഈ ഒരു റോക്ക്, ആ ഒരു പാറക്കല്ല് അട്രാക്ട് ചെയ്ത് പിടിച്ചത്. ആ റോക്കിന്റെ പേര് ദ റോക്ക് വാസ് നത്തിങ് ബട്ട് ലോഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ്. ലോഡ്സ്റ്റോൺ ഓക്കെ, കാപ്പബിൾ ഓഫ് അട്രാക്ടിങ് അയൺ. അയണിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ള റോക്കാണ് ലോഡ്സ്റ്റോൺ. ഓക്കെ, ദ ഗ്രീക്ക് ലേറ്റർ സ്റ്റാർട്ടഡ് കോളിംഗ് സച്ച് റോക്സ് ആർ മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഗ്രീക്കുകാരന്മാര് അതിനുശേഷം അങ്ങനെയുള്ള റോക്സുകളെ മാഗ്നറ്റൈറ്റ് എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. അത് നാച്ചുറൽ മാഗ്നറ്റ്സ് ആണ്. ലേറ്റർ ഓൺ മാഗ്നറ്റ്സ് വി യൂസ് അയൺ, സ്റ്റീൽ, സച്ച് മാഗ്നറ്റ്സ് ആർ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അപ്പൊ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെല്ലാം കൃത്രിമ കാന്തങ്ങളാണ്. അതായത് അയൺ, സ്റ്റീല് തുടങ്ങിയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോഴൊക്കെ നമ്മൾ മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഉണ്ട്. അതായത് ആർ ഓൾ മാഗ്നറ്റ്സ് ഓഫ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. എല്ലാ മാഗ്നറ്റ്സും ഡിഫറെന്റ് സൈസിലും ഷേപ്പിലൊക്കെയാണ്, ഒരേ സൈസിലും ഷേപ്പിലും അല്ല കാണുന്നത്. പല ആകൃതിയിലും പല വലുപ്പത്തിലും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മാഗ്നറ്റുകൾ നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. ബാർ മാഗ്നറ്റ്, യു മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ആർക്ക് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, അങ്ങനെ ഒരുപാട് മാഗ്നറ്റുകളുണ്ട്. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് അൽനിക്കോ. അൽനിക്കോ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന, വിച്ച് ഇസ് ആൻ അലോയ് ഓഫ് അലൂമിനിയം. അതായത് ഒരുപാട് മെറ്റൽസ് ചേർന്ന ഒരു സബ്സ്റ്റൻസ്, അതിനാണ് അലോയ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അലോയ് ആയിട്ടുള്ള അൽനിക്കോ ഉപയോഗിച്ചാണ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അൽനിക്കോ എന്ന് പറയുമ്പോൾ AL എന്ന് പറയുമ്പോൾ അലൂമിനിയം, Ni എന്ന് പറയുമ്പോൾ നിക്കൽ, CO എന്ന് പറയുമ്പോൾ കൊബാൾട്ട്, പിന്നെ ഇതിന്റെ ഒരു അയണും കൂടെ വരും. അതാണ് അൽനിക്കോ. പിന്നെ ഇത് കൂടാതെ നമ്മൾ സബ്സ്റ്റൻസസ് ലൈക്ക് നിയോഡൈമിയം, സമാരിയം ഇതെല്ലാം നമ്മൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തായിട്ട് നമുക്ക് യൂസസ് ഓഫ് മാഗ്നറ്റ്സ് നോക്കാം. നമ്മൾ മാഗ്നറ്റ്സ് ഒരുപാട് പർപ്പസസ്ക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ടിവിയിലും റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന, അല്ല മൈക്ക് സെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കറുകളുടെ രൂപത്തിൽ സ്പീക്കറുകൾക്കുള്ളിൽ നമ്മൾ മാഗ്നറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ഫോണിൽ വരെ നമ്മൾ എങ്ങനെ ഈ മാഗ്നറ്റ്സുകളെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അവിടെ രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് മേ ബി ദി റീസൺ ഫോർ കീപ്പിംഗ് ബിഗ് സ്പീക്കേഴ്സ് ഇൻ സൗണ്ട് ബോക്സസ് ആൻഡ് സ്മാൾ ഓൺസ് ഇൻ ഹെഡ്ഫോൺസ്. അതായത് നമ്മൾ സൗണ്ട് ബോക്സസ്, നമ്മളിപ്പോൾ അമ്പലപ്പറമ്പിലൊക്കെ ഇരിക്കുന്ന വലിയ സൗണ്ട് ബോക്സുകൾ കണ്ടിട്ടില്ലേ, അതിൽ വലിയ സ്പീക്കറുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അതെന്തിനായിരിക്കും വലിയ സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത്? അത് വലിയ നല്ല ശബ്ദം കിട്ടുന്നതിന്, ലൗഡ് സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് സ്പീക്കേഴ്സ് സൗണ്ട് ബോക്സസിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളെ ഹെഡ്ഫോണിൽ നമ്മൾ ചെറിയ സ്പീക്കേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണ്? നമുക്ക് ചെറിയ ശബ്ദം മതി. ഓക്കെ, സ്മോൾ സൗണ്ട് മതി, വളരെ ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഒന്നും വേണ്ട. അടുത്ത ചോദ്യം, ഡു ബോത്ത് ദ സ്പീക്കേഴ്സ് നീഡ് സൗണ്ട്സ് ഓഫ് ദ സെയിം ലൗഡ്നെസ്. അതായത് രണ്ട് സ്പീക്കറുകൾക്കും
നമ്മളിപ്പോൾ സൗണ്ട് ബോക്സിൽ ഉപയോഗിക്കുന്നതായിരുന്നാലും ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്നതായിരുന്നാലും ആ സ്പീക്കറുകൾക്ക് ഉണ്ടാകുന്ന സൗണ്ട് സെയിം ലൗഡ്നെസ് ആണോ? അല്ല. അല്ലെ, നമ്മളിപ്പോൾ അമ്പലപ്പറമ്പിലൊക്കെ ഉപയോഗിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ സൗണ്ട് ബോക്സിലൊക്കെ വലിയ സ്പീക്കർ ഉപയോഗിക്കും. അത് വലിയ സൗണ്ടിന് വേണ്ടിയാണ്, ലൗഡ് ആയിട്ടുള്ള, ഇവിടെ ഹൈ പിച്ചിലുള്ള സൗണ്ടിന് വേണ്ടിയിട്ടാണ്. അല്ലേ, ഹെഡ്ഫോണിലൊക്കെ ചെറിയ സൗണ്ട് മതി. റീസൺ ബിഹൈൻഡ് യൂസിങ് എ ലാർജ് മാഗ്നറ്റ് ഇൻ ലൗഡ് സ്പീക്കർ. ഇപ്പൊ ലൗഡ് സ്പീക്കറിലൊക്കെ നമ്മൾ വലിയ ലാർജ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ലാർജ് മാഗ്നറ്റ്സുകൾക്ക് എന്തായിരിക്കും, മാഗ്നറ്റിക് സ്ട്രെങ്ത്, വലിയ മാഗ്നറ്റ് ആകുമ്പോൾ മാഗ്നറ്റിക് എന്താ, കാന്തിക ബലമൊക്കെ കൂടുതലല്ലേ, കാന്തിക ശക്തിയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ വലിയ സൗണ്ട്, ലാർജ് സൗണ്ട്, ലൗഡ് ആയിട്ടുള്ള സൗണ്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. റീസൺ ബിഹൈൻഡ് യൂസിങ് സ്മാൾ മാഗ്നറ്റ് ഇൻ ഹെഡ്ഫോൺ. ഹെഡ്ഫോണിലൊക്കെ ചെറിയ സൗണ്ട്, നമ്മൾ ചെറിയ മാഗ്നറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ചെറിയ മാഗ്നറ്റ് ആകുമ്പോൾ ആ മാഗ്നറ്റിക് സ്ട്രെങ്ത്, ആ ഒരു കാന്തിക ബലം കുറവാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാകുന്ന സൗണ്ടും നമ്മൾ കുറച്ച് മതി, അല്ലേ. അതുകൊണ്ടാണ് ചെറിയ ഹെഡ്ഫോണുകളിലൊക്കെ നമ്മൾ സ്മാൾ മാഗ്നറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി we have learned the shape of magnets used in speaker. അപ്പൊ നമ്മൾ സ്പീക്കറുകളിലൊക്കെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു വലിയ ഇതായിരിക്കും, വലിയ മാഗ്നറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ടേക്ക് എ ലുക്ക് അറ്റ് ദ ഫിഗർ ഷോയിങ് ദ മാഗ്നറ്റ് സിസ്റ്റം മിനി മോട്ടർ. അതായത് ഒരു മിനി മോട്ടറിൽ എന്ത് ടൈപ്പിലുള്ള മാഗ്നറ്റ്, ഇതൊരു നമ്മൾ കണ്ട പടത്തിൽ നമുക്ക് നോക്കാം. അതൊരു ആർക്ക് മാഗ്നറ്റ് ആണ്, അല്ലേ. അപ്പൊ നമ്മൾ മിനി മോട്ടോഴ്സിലൊക്കെ നമ്മൾ ആർക്ക് മാഗ്നറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. What may be the reason behind the difference in the shape and size of these magnets? അതായത് നമ്മളിങ്ങനെ ഡിഫറെന്റ് ഷേപ്പും സൈസൊക്കെ ഉള്ള മാഗ്നറ്റ്സുകൾ യൂസ് ചെയ്യുന്നതിനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ട്, അപ്പൊ നമുക്ക് പറയാം, ഓരോ മാഗ്നറ്റുകൾ ഡിഫറെന്റ്, അതിന്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്തിനൊക്കെ വ്യത്യാസം വരും, ഒരു കാന്തിക ബലത്തിനൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മളൊരു മിനി മോട്ടർ, നമ്മൾ കളിപ്പാട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മിനി മോട്ടോഴ്സ് ഒക്കെയാണ് നമ്മൾ ആർക്ക് മാഗ്നറ്റ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ആർക്ക് മാഗ്നറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു റിംഗ് മാഗ്നറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, വെൻ മാഗ്നറ്റ്സ് അട്രാക്ട്, ആ മാഗ്നറ്റിന്റെ ആ ഒരു ആകർഷണ ശക്തിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഈസ് ദ അട്രാക്റ്റീവ് പവർ ദ സെയിം ഓൺ ഓൾ സൈഡ്സ് ഓഫ് എ മാഗ്നറ്റ്. അതായത് ഒരു മാഗ്നറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും, ഈ രണ്ട് എൻഡിലും, രണ്ട് പോൾസും നമ്മൾ പറയും, രണ്ട് ധ്രുവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സെന്റർ ഭാഗത്തെല്ലാം സെയിം അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനായിട്ട് ഒരു കുറച്ച് അയൺ ടെസ്റ്റ് എടുക്കുക. പിന്നെ പല ഷേപ്പിലുള്ള, അതായത് ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഒരു യു മാഗ്നറ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഷേപ്പിലുള്ള മാഗ്നറ്റ്സ് എടുക്കുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു പോളിത്തീൻ പേപ്പർ എടുക്കുക, ഒരു A4 സൈസുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. അതിനുശേഷം സ്പ്രിങ്കിൾ അയൺ ഡസ്റ്റ് ലൂസ്ലി ഓൺ ദ ചാർട്ട് പേപ്പർ. ആ ചാർട്ട് പേപ്പറിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അയൺ ഡസ്റ്റ് ഫ്രീ ആയിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക. സസ്പെൻഡ് എ ബാർ മാഗ്നറ്റ് യൂസിങ് എ ത്രെഡ് ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ അയൺ ഡസ്റ്റ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അതിന്റെ സെന്ററിൽ നമ്മളൊരു ത്രെഡ് വെച്ച് ഈ ഒരു ബാർ മാഗ്നറ്റിന്, ഇതൊരു ബാർ മാഗ്നറ്റ് എന്നാണ് പറയുന്നത്, ആ ബാർ മാഗ്നറ്റിന് കെട്ടിയിടുക. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡസ് ദ അയൺ പൗഡർ സ്റ്റിക്ക് ഈവൻലി ടു ഓൾ പാർട്സ് ഓഫ് ദ മാഗ്നറ്റ്. അതായത് ഈ അയൺ പൗഡർ, നമ്മൾ എടുത്ത അയൺ പൗഡർ ഈ മാഗ്നറ്റിന്റെ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ടാണോ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്? അപ്പൊ അല്ല, നോ. വിച്ച് പാർട്ട് ഈസ് ഇറ്റ് സ്റ്റിക്കിംഗ് മോർ? ഏത് ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കുന്നത്? ഈ രണ്ട് പോൾസ്, രണ്ട് എൻഡിലായിരിക്കും കൂടുതലായിട്ട് ആ ഒരു അയൺ ഡസ്റ്റ് ഒട്ടിപ്പിടിക്കുന്നത്, അല്ലെ, എൻഡ് പാർട്സിലായിരിക്കും. ഇൻ വിച്ച് പാർട്ട് ഈസ് ലെസ്? ഏറ്റവും കുറവ് എവിടെയായിരിക്കും? അപ്പൊ പറയാം, അതിന്റെ ആ ഒരു സെന്റർ ഭാഗത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാന്തത്തിന്റെ ആ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ആയിരിക്കും കുറവ്. ദ എൻഡ് പോർഷൻ ഓഫ് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ലി ഫെൽറ്റ് ആർ ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് നല്ല കൂടുതലായിട്ടുള്ള ആ ഒരു എൻഡ് ഭാഗങ്ങളെയാണ് നമ്മൾ പറഞ്ഞ ആ എൻഡ്, ആ ബാർ മാഗ്നറ്റിന്റെ ഒക്കെ എൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പോൾസ് അഥവാ കാന്തിക ധ്രുവങ്ങൾ എന്ന് നമ്മൾ പറയും. ഇനി അടുത്തൊരു ചോദ്യം, ഡു ഓൾ മാഗ്നറ്റ്സ് ഹാവ് പോൾസ്? എല്ലാം, ഇപ്പൊ നമ്മൾ ബാർ മാഗ്നറ്റിന് പോൾസ് ഉണ്ടെന്ന് പറഞ്ഞ രണ്ട് എൻഡ്, എല്ലാ മാഗ്നറ്റ്സിനും പോൾസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് സർക്കുലർ മാഗ്നറ്റ് എടുക്കുന്നു, റിംഗ് മാഗ്നറ്റ് എടുക്കുന്നു, യു മാഗ്നറ്റ് എടുക്കുന്നു, എന്നിട്ട് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന്റെ ഫൈൻഡിങ്സ് എഴുതാമെന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാ മാഗ്നറ്റുകൾക്കും പോളുണ്ട്. ഇതേപോലെ ഇപ്പൊ നമ്മൾ യു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എൻഡിലായിരിക്കും, ഈ രണ്ട് എൻഡ് വശത്തായിരിക്കും വരുന്നത്. നമ്മൾ സർക്കുലർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു
അഗ്രഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് വരുന്ന മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇൻ എനി ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ അറ്റ് ദ എൻഡ്സ്, അതായത് എൻഡ് അഗ്രഭാഗത്തായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് പറയാം. അപ്പോൾ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. സംശയമുള്ള കുട്ടികൾ മാസ്റ്റേഴ്സ് ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെടുക.